എവിടെന്ന് പറയടാ? പറയാൻ കൊണ്ടുവിടോ. അയ്യോ അച്ഛാ 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 എന്നൊന്നും ചെയ്തില്ല അച്ഛാ, എന്നൊന്നും ചെയ്തില്ല, എന്നൊന്നും ചെയ്തില്ല അച്ഛാ, എന്നൊന്നും ചെയ്തില്ല അച്ഛാ. കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കണോ? കിഴന്ന് കാഞ്ഞു പോണ്ട. സാറേ ആ ദർശവക്കീൽ വിളിക്കുന്നു. ആരെങ്കിലും ഒക്കെ വിളിക്കുമെന്ന് ചോദിച്ചിരുന്നു. അതാണ് കൊടുക്കാനുള്ളത് വേഗം അങ്ങ് കൊടുത്തു തീർത്തേക്കെന്ന് വിചാരിച്ചത്. ഹലോ അഡ്വക്കേറ്റ് ദർശനാണ്. മനസ്സിലായി വക്കീലേ, പറഞ്ഞോ. ആ സുധാകരൻ മാഷിനെയും മക്കളെയും അറസ്റ്റ് ചെയ്തെന്ന് കേട്ടല്ലോ, എന്താ കേസ്? അറസ്റ്റ് ഒന്നുമില്ല വക്കീലേ, ആ വിക്രത്തെ പറ്റി അന്വേഷിക്കാൻ വിളിച്ചു വരുത്തി, അത്രേ ഉള്ളൂ. ജാമ്യം എടുക്കാൻ ആരെങ്കിലും അയക്കണോ? എന്തിന്? ഇപ്പൊ തന്നെ വിട്ടേക്കാം. സ്റ്റേഷൻ ജാമ്യത്തിന്റെ പോലും ആവശ്യമില്ല വക്കീലേ. ശരി ശരി വക്കീലേ. ഇവിടെ മാഷേ, താൻ വിഷമിക്കണ്ടോ. തന്റെ മകനില്ലെങ്കിലും മരുമകളുടെ കൂടെ അവളുടെ ആ പഴയ കാമുണ്ടല്ലോ, ആ വക്കീലുണ്ട്. അവള് വിവരം അറിഞ്ഞ് വിളിച്ചു പറഞ്ഞോണ്ടാവും അവന്റെ വിളി. ജാമ്യം എടുക്കാൻ വരണോന്ന്. തന്റെ മോൻ കൊല്ലും കൊലയും നടത്തി ജയിലിലായാലും മരുമോൾക്ക് കൂട്ടുണ്ടെന്ന് സാരം. കൂടുതലും മുഷ്ടിയൊന്നും ഞെരിക്കണ്ട. ഈ പ്രായത്തില് ആവേശം നല്ലതല്ല. പിള്ളേരെ കൂട്ടി പോവാൻ നോക്കണോ. ശരിയാ, ഞാൻ അന്വേഷിച്ചു പറയാം, വൈകിട്ട് സംസാരിക്കാം. ഹലോ സാബുണ് സാർ. എന്തായാലും ഇല്ല സാർ, അവർക്കാർക്കും അവൻ എവിടെയാണെന്ന് അറിയില്ല. ഇത് പറയാനാണോ തന്നെ എന്നെ വിളിച്ചത്? ആ തന്തയെ കൊണ്ട് പറയിപ്പിക്കുന്നുള്ള താൻ പറഞ്ഞത്. സാർ, ഞാൻ പരമാവധി ശ്രമിച്ചതാ. അവന്റെ 2 ചേട്ടന്മാരെയും അയാളുടെ മുമ്പിലിട്ട് നന്നായി പെരുമാറി. എന്തെങ്കിലും അറിയാമെങ്കിൽ അവന്മാര് പറഞ്ഞേ. കിഴവനെയോ? അത് തന്നെയാണ് സാർ പ്രശ്നം. പോലീസ് സ്റ്റേഷനിലെങ്ങാനും വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അത് പിന്നെ അതിലും വലിയ തലവേദനയാവില്ലേ. അപ്പോഴേക്കും പിന്നെ ജാമ്യത്തിനായി ആ വക്കീൽ ദർശൻ വിളിക്കുകയും ചെയ്തു. അറസ്റ്റ് ചെയ്യാനുള്ള കേസില്ലാത്തതിനാൽ പറഞ്ഞുവിടേണ്ടി വന്നു സാർ. സാറിനെ പരമാവധി സഹായിക്കണമെന്ന് ശ്രീകാന്ത് സാർ പ്രത്യേകം പറഞ്ഞിരുന്നു. പക്ഷേ വെച്ചിട്ട് പോകും. സുധേ, ആ ഫോണിങ് എടുക്ക. എന്തിനാ ഇപ്പൊ? അതറിഞ്ഞാൽ നീ എടുക്കുമല്ലേ? സുധേ, വിജയനോട് വണ്ടി എടുക്കാൻ പറ. നിങ്ങളും വാ, നമുക്ക് നേരിട്ട് പോയി സംസാരിക്കാം. എങ്ങോട്ടാണെന്നില്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക്. ആ സാബുവിനെയാണ് ഞാൻ വിളിച്ചത്. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്താണ് അയാളെ പുറപ്പാടെന്ന് അറിയാലോ? ഇപ്പൊ അത് ചെയ്യുന്നത് മണ്ടത്തരല്ലേ? പിന്നെ അയാൾ വാസവിന് വേണ്ടി വിക്രമിന്റെ കുടുംബത്തെ എങ്ങനെ ദ്രോഹിക്കാൻ തുടങ്ങിയാല് കണ്ടു നിൽക്കണതാണോ? അറസ്റ്റ് ഒന്നും ഉണ്ടായില്ലല്ലോ. എങ്കിൽ പോട്ടെ നോക്കാം. ഇതിങ്ങനെ തല്ലിച്ചതക്കിയത് പറഞ്ഞാൽ അത് പ്രായം നോക്കട്ടെ. സാറേ മാഷ ഒന്നും ചെയ്തിട്ടില്ല, അടി കൊണ്ടത് ചേട്ടന്മാർക്ക. അതിൽ വിനായകൻ ചേട്ടന് കിട്ടിയത് നന്നായി. പുള്ളിയുടെ കയ്യിരിപ്പ് കുറച്ച് കൂടുതലാ. അതിനേക്കാൾ പ്രധാനം ഇത് എനിക്കെതിരെയുള്ള വെല്ലുവിളി കൂടിയാണെന്നാണ്. തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ലാണ് ഭീഷണി. ഇങ്ങനൊരു സമയമായി പോയില്ലേ ശ്രീനേട്ട? അതുകൊണ്ട് ഇനി അവർ ചെയ്യുന്നതെല്ലാം സഹിച്ചു നിൽക്കണമെന്നാണോ? ആ പുള്ളിക്കലെ കൈ കിട്ടാതാണ് പ്രധാന പ്രശ്നം. കിട്ടാവുന്ന എല്ലാ സോഴ്സും വെച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഒരു തുമ്പും കിട്ടുന്നില്ല. ഏത് മടയിലാണ് അവൻ കയറി ഒളിച്ചിരിക്കുന്നത്? ഇനി സാറ് വിക്രമിന്റെ കാര്യത്തിൽ സംശയിച്ച പോലെ രണ്ടുപേരും വാസവന്റെ കസ്റ്റഡിയിലാണെങ്കിലും ഇലക്ഷൻ വരെ എങ്ങനെയെങ്കിലും തള്ളിക്കൊണ്ടുപോയി ഈ വിഷയത്തിന്റെ ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തി അവസാനം എന്തെങ്കിലും ചെയ്തു കളയാനാവോ പ്ലാൻ? അതുവരെ നമ്മുടെ കണ്ണിൽ പൊടിയിടാനാ ഈ ബഹളവും പോലീസ് കേസും അന്വേഷണമെങ്കിലോ? എങ്കിൽ നമുക്കൊരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്താലോ? പാർട്ടിക്കോ പാർട്ടി പ്രവർത്തകർക്കോ വരുണിന്റെ കൊലപാതകത്തിൽ പങ്കില്ലെന്നും ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി അവർ പുറത്തുവിടുന്ന പ്രൊപ്പഗേൻഡയാണെന്നും അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി പുളിക്കൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് ഒരു ഹേബിയസ് കോർപ്പസ്. അതൊരു നല്ല ഐഡിയ ആണല്ലോ സുരേ. പക്ഷേ അന്വേഷിക്കുന്നത് നമ്മുടെ പോലീസ് തന്നെ ആവുമല്ലോ സാറേ. പുള്ളിക്കനെ കണ്ടെത്തുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു, അവിടെ നിൽക്കട്ടെ. പക്ഷെ അവരെ പ്രതിരോധത്തിലാക്കാൻ അത് കഴിയും. ആളുകൾക്കിടയിൽ ആ വാർത്ത മാക്സിമം പ്രചരിപ്പിച്ചാൽ നമ്മൾ നീതിക്ക് വേണ്ടി ശ്രമിക്കുകയാണെന്നും നമ്മുടെ ഭാഗത്തല്ല തെറ്റെന്ന് വരുത്തി തീർക്കാൻ കഴിയും. എങ്കിൽ വിക്രമിന് വേണ്ടിയും അങ്ങനെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തൂടെ? അതിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. നമ്മൾ സംശയിച്ചതുപോലെ വിക്രം വാസവിന്റെ കസ്റ്റഡിയിലാണെങ്കിൽ അവനെ ഒരിക്കലും ലോകം കാണിക്കാൻ അയാൾ തയ്യാറായെന്ന് വരില്ല. അവന്റെ ജീവനെ ബാധിക്കുന്ന ഒരു മൂവ് ആവത്. അത് വേണ്ട. നമ്മൾ അങ്ങനെ ഒരു മൂവ് നടത്തിയാൽ അവരാണ് വിക്രമനെയും പുളിക്കനെയും തടഞ്ഞു വെച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായും പാനിക്കാവും. പിന്നെ കാര്യങ്ങൾ നമുക്ക് എളുപ്പമാവും. ഉറപ്പാ. മോളെ, നിങ്ങളോട് കുറച്ച് കാര്യമായി സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അതിനുള്ള സമയം ഇതുവരെ കിട്ടിയില്ല. ഒരു പ്രായം കഴിഞ്ഞ അച്ഛനും അമ്മയും പറയുന്നത് ശരിയല്ലാന്നും അവര് പഴഞ്ചനായി പോയി എന്നൊക്കെ മക്കൾക്ക് തോന്നും. ഇത് തന്നെയാ തോന്നലുണ്ടാക്കാനുള്ള കാരണവും. ലോകത്തെ മിക്കവാറും അച്ഛനമ്മമാരും ഇങ്ങനെ തന്നെയാ. ഡസൻ കണക്കിന് ഉപദേശവും കുറെ തത്വങ്ങളായിട്ട് നടക്കുന്നവര് അവസരം കിട്ടിയ മക്കളുടെ തൊണ്ടയിലിട്ട് ആ തത്വബോംബ് പൊട്ടിക്കലാണ് അവരുടെ പണി. ഇതിങ്ങനെയാണ്, ഇതങ്ങനെയാണ്. എതിർക്കാൻ ചെന്ന മക്കളെക്കാൾ കൂടുതൽ ഓണം ഉണ്ട് കണക്കെടുപ്പ്. ദീപ്തി, അമ്മയ്ക്ക് പറയാനുള്ളത് പറയട്ടെ. വേദേശി വേണമെങ്കിൽ കേട്ടോ. എനിക്ക് കേൾക്കണ്ടായി പഴംപുരാണം. അത്രേ ഉള്ളൂ. ദേഷ്യവും സങ്കടവും കൊണ്ട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഈ ഉപദേശങ്ങൾ. മറക്ക്, മുന്നോട്ട് പോയി നോക്കി ജീവിക്ക്. എന്നൊക്കെ ഉപദേശിക്കാൻ ലോകത്ത് ആർക്കും പറ്റും. അനുഭവിക്കുന്നതും ഉപദേശിക്കുന്നതും രണ്ടും രണ്ടാമേ. അതിന് ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ ദീപ്തി. ഉപദേശിക്കാനോ തിരുത്താനോ അല്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ കുറെ തത്വങ്ങൾ പഠിപ്പിക്കാനോ അല്ല ഞാൻ വന്നത്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പറ്റിയും സ്വപ്നങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോ ഒരു കാര്യം ഓർക്കണം മോളെ. അച്ഛനമ്മമാരും സ്വപ്നം കാണുന്നതും ആലോചിക്കുന്നതും അതേ കാര്യങ്ങൾ തന്നെയാ. മക്കൾ ജനിച്ച് വളർന്നു വരുമ്പോ അവരെ കുറിച്ച് കുറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ കൂടിയാ വളർന്നു വലുതാവുന്നത്. ഒരു ദിവസം അതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു മേലുള്ള നിയന്ത്രണമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കാരണേ ഉള്ളൂ. അതിനെ പിന്നുള്ള സ്നേഹം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാ. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ സംഭവിച്ചു. അത് നിങ്ങളുടെ അച്ഛനുണ്ടാക്കിയ നാണക്കേടിനെ പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വ്യക്തിത്വത്തെക്കുറിച്ചും ബോധമുണ്ടായാൽ മാത്രം പോരാ, ഉത്തരവാദിത്തങ്ങളെ പറ്റിയും കടമകളെ പറ്റിയും അറിയണം. അച്ഛനോട് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റിയെന്ന് തോന്നുന്നുണ്ടോ? ലോകത്ത് ഒരു പെൺകുട്ടിയും ചെയ്യാത്തതുപോലെ വേദ ഒരു ജീവിതം തിരഞ്ഞെടുത്തു. നിനക്കത് സ്വാതന്ത്ര്യമായി തോന്നുന്നുണ്ടാവാം. പക്ഷെ നാട്ടുകാര് പറഞ്ഞത് പണിക്കത്തെ ശങ്കരനാരായണന്റെ മകൾ തോന്നിവാസം കാണിച്ചു എന്ന് തന്നെയാ. ദീപ്തിയുടെ കാര്യം വന്നപ്പോഴോ ചേച്ചിയെ കടത്തിവിട്ടാനല്ലേ ഇവള് നോക്കിയത്. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ തിരുത്താനും ജീവിക്കാനും
ഇനിയും സമയമുണ്ട്. പക്ഷെ അതിന് തയ്യാറാവേണ്ടത് നിങ്ങളാ. മക്കള് വഴി തെറ്റുമ്പോ സങ്കടപ്പെടാൻ മാത്രമല്ല, അവര് തെറ്റ് തിരുത്തുമ്പോ സന്തോഷിക്കാനും അച്ഛനമ്മമാർക്ക് പറ്റും. പക്ഷെ മക്കൾക്കും കൂടി അത് തോന്നണമെന്ന് മാത്രം. നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മാത്രമല്ല മക്കളെ. വല്ലപ്പോഴെങ്കിലും നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കുന്നുണ്ടോ എന്നുകൂടി നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് നമ്മൾ വിചാരിക്കുന്ന വിലയൊന്നും കാണില്ല. അതുകൂടി ഓർത്താ നന്ന്. ഉപദേശിച്ചതോ നീ പറഞ്ഞതുപോലെ തത്വബോംബ് പൊട്ടിച്ചതൊന്നുമല്ല. അച്ഛനച്ഛന്റെ സങ്കടവും വേദനയൊന്നും നിങ്ങളോട് പറയില്ല. അത് കാണുന്ന ഞാനെങ്കിലും പറയണ്ടേ? അതുകൊണ്ട് മാത്രം പറഞ്ഞതാ. ഇനി നിങ്ങൾ ആലോചിക്കേ. എന്ത് തോന്നുന്നു? ഇത് അമ്മ പറഞ്ഞതാന്ന് തോന്നുന്നുണ്ടോ ചേച്ചിക്ക്? ഇത് അച്ഛന്റെ പ്ലാനാ. അമ്മ വഴി അച്ഛന്റെ തീരുമാനങ്ങൾ നമ്മളുടെ അടുത്തെത്തിക്കാനുള്ള വഴി. പക്ഷെ ഞാൻ എന്തായാലും ഒരു തീരുമാനവും ഇനി അനുസരിക്കാൻ പോകുന്നില്ല. ചേച്ചിക്കറിയോ, വരുൺ മരിച്ച വാർത്ത അറിഞ്ഞപ്പോ ഇവരെല്ലാം സത്യത്തിൽ സന്തോഷിക്കുകയായിരുന്നു. ഇനി എന്റെ ജീവിതത്തിൽ അവൻ ഉണ്ടാവില്ലല്ലോ എന്നുള്ള സന്തോഷം. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ദീപ്തി. ഞാൻ പിന്നെ എങ്ങനെ വിചാരിക്കണം? ആരെ വിശ്വസിക്കണം? കൂടെ നിൽക്കുന്ന വാക്ക് തന്നിട്ട് അവസാനം ചതിച്ച് കൊല്ലാൻ നോക്കിയവരെയോ? മോളെ, വിക്രം അത് ചെയ്തിട്ടില്ല. ഒരിക്കലും വിക്രം അത് ചെയ്യില്ല. നീ എന്നെ വിശ്വസിക്ക. ഇല്ല, എനിക്ക് ആരെയും വിശ്വാസമില്ല. എല്ലാവർക്കും അവനവന്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അച്ഛനായാലും അമ്മയ്ക്കായാലും ചേച്ചിക്കായാലും ആർക്കും. ചേച്ചിക്കറിയാലോ, ഒരു കാലത്തും ഈ വീട്ടിൽ ആരും എന്റെ ഇമോഷൻ വരെ തന്നിട്ടില്ല. എല്ലാവർക്കും വലുത് ചേച്ചിയായിരുന്നു. വേദയെ കണ്ടുപഠിക്കുന്ന മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. എല്ലാ സ്ഥലത്തും ചേച്ചിക്ക് ശേഷം മാത്രം സ്ഥാനം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ജീവിതത്തിൽ ഒരു വില തന്നത് എന്റെ വരുണായിരുന്നു. അവൻ പോയപ്പോ ഇവിടെ എല്ലാരും ഹാപ്പി. എന്നിട്ടിപ്പോ ഇവരുടെ സന്തോഷത്തിന് ഇവര് പറയും പോലെ ഞാൻ ജീവിക്കണോ? ഇല്ല, ദീപ്തിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഒരാൾക്ക് വേണ്ടിയും ഞാൻ ഇനി എന്റെ ജീവിതം ഹോമിക്കാൻ പോകുന്നില്ല. ഉറപ്പ്. എന്താ ഇതിന് ചൂട് കുറവാ? അത് അടികൊണ്ട് ചതഞ്ഞിട്ടാ. മനുഷ്യന്റെ തൊലി വരെ കരിഞ്ഞു പോയി. എന്നാലും ആ ദുഷ്ടൻ ഇങ്ങനെ ചെയ്തല്ലോ. വിശ്വേട്ടാ, ഒന്ന് താഴോട്ട് ചൂട് പിടിച്ചോ. വേണ്ട വിനായക, എനിക്ക് വലിയ പ്രശ്നമൊന്നും. പ്രശ്നം കാണത്തില്ല. അടിയിട്ടത് മുഴുവനും എനിക്കാണല്ലോ. നമുക്കറിയില്ലെന്ന് വിവരം പറഞ്ഞില്ലേ മാഷെ? എന്നിട്ടും എന്തിനാ അയാളിങ്ങനെ? എന്റെ മുന്നിലിട്ട് എന്റെ മക്കളെ തല്ലുന്നത് ഞാൻ കണ്ടു നിൽക്കുന്നത് അയാൾക്ക് കാണണം. അത് കണ്ട് ആനന്ദിക്കണം. അതല്ലാതെ വേറൊന്നും അതിലില്ല കമല. ഈശ്വര, എന്തൊരു വിധിയായത്! എന്ത് പാപം ചെയ്തിട്ട് എന്റെ മക്കൾക്ക് ഇങ്ങനെ? പറയുന്നത് കൊണ്ടൊന്നും തോന്നരുതമ്മ. ഇത് അമ്മയുടെ മൂത്ത 2 മക്കളുടെയും കുഴപ്പമല്ല. ഇളയവന്റെ ചെയ്തികൾക്ക് മൂത്തവർ അനുഭവിക്കുന്നതേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് എന്നെ ചീത്ത പറയാനും കുടുംബത്തിൽ നിന്ന് പുറത്താക്കാനും നിൽക്കണ്ട. വിശ്വേട്ടനും വിനേട്ടനും ഈ കാര്യത്തിൽ നിരപരാധികളല്ലേ? എന്നിട്ടും ഇങ്ങനെ അടി വാങ്ങി കൂട്ടുന്നത് അവൻ ഒറ്റയെടുത്താൻ കാരണമല്ലേ? അല്ലെങ്കിൽ ശ്രീചേട്ടത്തി പറയട്ടെ. നന്ദിനി പറഞ്ഞു കേട്ടാലേ വിക്രമാണ് വരണ്ട കൊലപാതകത്തിന് ഉത്തരവാദിയും തോന്നല്ലോ. അയ്യോ ശ്രീചേച്ചി, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. മുമ്പ് അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെയൊക്കെ ഫലം ഇപ്പൊ അനുഭവിക്കുന്നതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. മുമ്പ് അവനവൻ ചെയ്ത തെറ്റുകൾക്ക് ഇപ്പൊ ഈ രീതിയിൽ ഫലം കിട്ടുന്നു എന്നും പറയാലോ. ആരും ആരുടെയും തലയിലൊന്നും കുറ്റം ചാരണ്ട. കുടുംബത്തിനെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന നിഴല. അത് ഒരുമിച്ച് തന്നെ അനുഭവിക്കുകയും വേണം. ആ ഇൻസ്പെക്ടറുടെ രീതിയും പറച്ചിലും വെച്ച് ഇനി ഇതൊക്കെ ആവർത്തിക്കും, അത് ഉറപ്പാ. ഇനിയും അടിയാ? അതിന് മേളം കെട്ടി തൂങ്ങി ചാവുന്നതാ. ഏയ്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വേദ ആ വക്കീലിനെ കൊണ്ട് വിളിപ്പിച്ചു എന്നല്ലേ പറഞ്ഞേ? അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ആ ഇൻസ്പെക്ടർക്ക് തോന്നിയ ഇനിയും ഇത് ആവർത്തിക്കും. വേദയ്ക്ക് അത്രയും കരുതൽ ഈ കുടുംബത്തോടുണ്ടായിരുന്നെങ്കിൽ ആ ഇൻസ്പെക്ടർക്കെതിരെ കേസ് കൊടുത്ത് വാദിക്കണം. നിരപരാധികളായ 3 പേരെ സ്റ്റേഷനിൽ കയറ്റി തല്ലിച്ചതച്ചതിന്. അത് ചെയ്യൂ അവള്? ഇല്ലല്ലോ. അച്ഛൻ വലിയ ജഡ്ജിയായി മാത്രം പോരാ, ഇത്തരം കാര്യങ്ങൾ ഇടപെട്ട് തീരുമാനം ഉണ്ടാക്കാനും കഴിയണം. മതി. സ്വന്തം ഭർത്താവ് അടികിട്ടി പുറംപുളഞ്ഞു വന്നിരിക്കുമ്പോ പോലും അവളെ കുറ്റം പറയാനുള്ള നിന്റെ ഉത്സാഹത്തിന് ഒരു കുറവുമില്ലല്ലോ, അല്ലേ? അല്ല അച്ഛാ, ഞാനതിന് അങ്ങനെ അതേന്ന് പറഞ്ഞില്ലേ? വിക്രമനെതിരെ ഒരു അവസരം കിട്ടിയപ്പോ എല്ലാ ക്ഷുദ്ര ജീവികളും കൂടി ഒരുമിച്ച് ഇറങ്ങിയിരിക്കും. അവനുണ്ടായിരുന്നെങ്കിൽ ആ ഇൻസ്പെക്ടർ ഇതിന് മുതിരുമായിരുന്നോ? അവനില്ലാന്നുള്ള ധൈര്യം അയാൾക്ക്. ആയിക്കോട്ടെ അച്ഛാ, ആ ഇൻസ്പെക്ടർ എന്ത് വേണമെങ്കിലും കാണിക്കട്ടെ. ഇനി നമ്മൾ ഉപദ്രവിക്കുകയോ തല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. നിരപരാധിയാണെന്ന് തെളിയുന്നവരെ അവൻ അവരുടെ കൈ കിട്ടാതിരുന്നാൽ മതി. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അവൻ അധികാരം പറഞ്ഞിരിക്കില്ല വിശ്വം. ഇപ്പൊ തന്നെ ആരാണ് അതിന് പിന്നിലെന്ന് അന്വേഷണത്തിലാകും അവൻ. എനിക്ക് ഉറപ്പാ, യഥാർത്ഥ കുറ്റവാളിയുമായി അവൻ പുറത്തു വരും. അന്ന് ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും. നീയും നിന്റെ ഗുണ്ടാ ഭർത്താവ് വിക്രം കൂടി കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അനുഭവിക്കുന്നതേ എന്റെ ഭർത്താവ് ഈ കുടുംബത്തിലുള്ളവരാ. അറിയാം നിനക്ക്? അച്ഛനെയോ? വിക്രമിനെ കിട്ടാതെ വിരല് പിടിച്ച് നടക്കായിരിക്കും. തൽക്കാലം വിക്രം അയാളുടെ കയ്യിൽ പെടാതെ നിൽക്കണം.